പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടാനുള്ള 18ാമത്തെ യോഗ്യതയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിനാധാരമായി എബ്രായ ലേഖനം 12ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങൾ വായിക്കും. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. വളരെ വ്യക്തമാണ്. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട്. ഏതാണ് ഇളകാത്ത രാജ്യം? അത് പുതിയ യെരുശലേം നഗരത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ എടുക്കപ്പെട്ടാൽ മാത്രമേ ഈ പുതിയ യെരുശലേം നഗരത്തില് നമുക്ക് ചെല്ലാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃത്യമാണ്, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തിന് ഒന്ന് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. അപ്പോൾ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്താൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നിട്ട് 29ാം വാക്യം പറയുന്നു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുപോലെ യാക്കോബിന്റെ ലേഖനം 1ാം അധ്യായം അതിന്റെ 26, 27 വാക്യങ്ങൾ. ആരാണ് ഭക്തനെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1:26 ഞാൻ വായിക്കുന്നു. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അവിടെ പറയാണ്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണെന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാവിന് എന്ത് ചെയ്യണം? നമ്മൾ കടിഞ്ഞാണിടണം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. എഫേസ്യ ലേഖനം 4ന്റെ 29, 30 വാക്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പൊ നമ്മുടെ വാക്ക് എന്ത് ചെയ്യണം? നിർമ്മലമാകണം. എന്നിട്ട് 27ാം വാക്യം പറയുന്നു, പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പൊ യഥാർത്ഥ ഭക്തി എന്താണ്? അതായത് ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തി എന്താണെന്ന് പറയുന്നു. അനാഥമാരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണണം. അടുത്തത് പറയാണ്, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ് ദൈവത്തിന് മുമ്പാകെ യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭക്തി മുറുകെ പിടിക്കണം. നമുക്ക് യോബിന്റെ പുസ്തകത്തില് യോബിന്റെ ഭാര്യ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? നീ പോയി ചത്തുകളയെന്ന് പറഞ്ഞപ്പോൾ യോബ് എന്താണ്? അവന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അധരങ്ങളാൽ പാപമൊന്നും ചെയ്യാതെ കർത്താവിന് വേണ്ടി വിശുദ്ധിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭക്തി നമുക്ക്